ഗുഡ് മോർണിംഗ്. BBAയുടെ ഫോർത്ത് സെമസ്റ്റർ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ആദ്യമായിട്ട് EDP ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ടോട്ടല് 100 മാർക്കാണ്. അതിൽ 80 മാർക്ക് എക്സ്റ്റേണലായിട്ടും 20 മാർക്ക് ഇൻറ്റേർണലായിട്ടുമാണ് നിങ്ങൾ മേടിക്കേണ്ടത്. പിന്നീട് രണ്ടാമത് സബ്ജക്റ്റ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ 100 മാർക്കാണ്. അതിൽ 80 മാർക്ക് നിങ്ങൾ എക്സ്റ്റേണലായിട്ട് എഴുതി മേടിക്കേണ്ടതും 20 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സെമിനാറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേടിക്കേണ്ടതാണ്. അതുകൂടാതെ എല്ലാ EDPക്ക് ആഴ്ചയിൽ 5 അവറായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ബാങ്കിങ്ങിന് 4 അവറാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സബ്ജക്റ്റിനും 4 ക്രെഡിറ്റ് വീടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ സബ്ജക്റ്റാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിന് ഒരു വീക്കിൽ 6 അവറാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് 4. അതുപോലെ 100 മാർക്കാണ് ടോട്ടൽ. അതിൽ 80 മാർക്ക് നിങ്ങൾ എക്സ്റ്റേണലായിട്ട്, അതായത് നിങ്ങൾ എഴുതി മേടിക്കേണ്ടതും 20 മാർക്ക് നിങ്ങളെ ഇൻറ്റേർണൽ മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് കോർപ്പറേറ്റ് റെഗുലേഷൻ. അതിൽ 5 അവറാണുള്ളത്. 4 ക്രെഡിറ്റും. ടോട്ടൽ നേരത്തെ പറഞ്ഞ പോലെ 100 മാർക്ക്, 80 മാർക്ക് എക്സ്റ്റേണൽ, 20 മാർക്ക് ഇൻറ്റേർണൽ. നെക്സ്റ്റ് നിങ്ങൾക്ക് QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഫോർ ബിസിനസ് ആണ്. അതിൽ 5 അവറായിരിക്കും ഉണ്ടാവുക വീക്ക്ലി. 4 ക്രെഡിറ്റ്. ടോട്ടൽ 100 മാർക്ക്. അതിൽ 80 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്ക് ഇൻറ്റേർണൽ. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 5 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. 25, ടോട്ടൽ ക്രെഡിറ്റ് 20, $400. ടോട്ടൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റിലും കൂടി 500 മാർക്കായിരിക്കും ഉണ്ടാവുക. ഇതാണ് നിങ്ങൾ ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ള സിലബസും ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ള നിങ്ങളെ സബ്ജക്റ്റുകൾ. ഇനി ഇതിൽ നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഞാൻ എടുക്കുന്ന പേപ്പർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അത് എന്താണ്, അതിൻ്റെ സിലബസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നോക്കാം. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBAക്കുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അവിടെ BBA 4B06 എന്നുള്ളത് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കോഡാണ്, സബ്ജക്റ്റ് കോഡാണ്. നമുക്ക് ഏതൊക്കെ സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഇവിടെ ടോട്ടൽ ഉള്ളത് 5 മൊഡ്യൂളാണ്. 5 മൊഡ്യൂളുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പിന്നീട് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൽ വരുന്ന കാര്യങ്ങൾ ഡെഫിനിഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്, മീനിങ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ, ടൈപ്പ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, മീനിങ് ആൻഡ് സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് മെറ്റീരിയൽ ആൻഡ് ലേബർ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ മെറ്റീരിയൽ, മീനിങ് ആൻഡ് ടൈപ്പ്, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽ, EOQ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ, FIFO, LIFO മെത്തേഡ്, സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, ലേബർ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ഓവർഹെഡ് എന്താണ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, കോൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ് അലോക്കേഷൻ, അപ്രോപ്രിയേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്, സിമ്പിൾ പ്രോബ്ലം ഓൺലി, സിമ്പിൾ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഫോർമാറ്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ. ഇതാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അതിൽ ജോബ് ഓർഡർ കോസ്റ്റിംഗ്, മീനിങ്, ഫീച്ചേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ജോബ് കോസ്റ്റ് ഷീറ്റ്, പ്രോസസ് കോസ്റ്റിംഗ്, മീനിങ്, ഫീച്ചേഴ്സ്, നോർമൽ ആൻഡ് അബ്നോർമൽ ലോസ്. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളാണ്
ഫിഫ്ത്ത് മൊഡ്യൂള് മാനേജീരിയൽ കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് കോൺസെപ്റ്റ്, മീനിങ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ, PV ratio and BEP. BEP or break even point. Then construction of break even chart, profit planning, budgetary control, concept of budget and budgetary control, preparation of cash and flexible budget. ഇത്രയും കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത്. സിമ്പിളായിട്ട് ഒന്നും കൂടി നോക്കാം. മൊഡ്യൂൾ 1 കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങളും, മൊഡ്യൂൾ 2 മെറ്റീരിയൽ ആൻഡ് ലേബർ, അതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓവർ ഹെഡ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റൊക്കെ നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഓവർ ഹെഡ്സുകൾ, കോസ്റ്റിങ്ങിൻ്റെ ഓവർ ഹെഡ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, എങ്ങനെ നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സുകൾ എന്നൊക്കെ എന്നുള്ളത് കാര്യങ്ങളൊക്കെയാണ് അതിന് പഠിക്കാനുള്ളത്. ലാസ്റ്റ് 1 മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. അതിൽ കുറേ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. കഴിഞ്ഞ ക്ലാസ്സിലെ അടുത്ത പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും അത്ര ഒരു ടഫ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ പഠിച്ചതിൻ്റെ. അക്കൗണ്ടിങ്ങിൽ 3 പാർട്ടുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലേ. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. ദെൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. BBAക്ക് വൈഡ് സിലബസ് ഒന്നുമില്ല, ചെറിയ സിലബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിലബസിൽ ഈ പോർഷന് നിങ്ങൾക്ക് ഉള്ളത്. ഇനി അതിൽ മാക്സിമം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രപ്പോഷനായിട്ട് മാർക്ക് പ്രപ്പോഷൻ നമുക്ക് നോക്കാം. തിയറി ആൻഡ് പ്രോബ്ലം മേ ബി ഇൻ ദ റേഷ്യോ 30 and 60 റെസ്പെക്റ്റീവ്ലി. അതായത് തിയറി 30%, പ്രോബ്ലം 70% ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തിയറി ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ് മിസ്സാവാതെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. അതെല്ലാം നിങ്ങളെന്ത് ചെയ്യുക, സ്റ്റുഡൻസ് പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ടെക്സ്റ്റ് നിങ്ങൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ സിലബസ് പ്രകാരം ടെക്സ്റ്റ് അവൈലബിൾ ആണ്. നമ്മളെ ലൈബ്രറിയിലുണ്ട്, അതുപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് മേടിക്കാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് മേടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കണ്ടൻറ്റുകൾ, ഈ സിലബസ് ഇല്ല, ഈ പറഞ്ഞ കണ്ടൻറ്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ നമ്മൾ പറഞ്ഞ മൊഡ്യൂളുകളൊക്കെ കവർ ചെയ്യുന്ന നിങ്ങളെന്ത് മേടിച്ചാൽ മതി, കവർ ചെയ്യുന്ന ഇവിടെ ഒരുപാട് ആളുകൾ ഓതേഴ്സിൻ്റെ പേരും അവരെ ബുക്സും ഇവിടെ റെഫറൻസ് ബുക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. ഇനി അതല്ല, ഏറ്റവും ബെറ്റർ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോർ ഇറക്കുന്ന ഒരു ബുക്കുണ്ട്, ആ ബുക്ക് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ആ ബുക്ക് റെഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ബുക്ക് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി അതല്ല, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു 6-7 ഓതേഴ്സിൻ്റെ പേരും അതുപോലെ അവരെ ബുക്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്സ് നിർബന്ധമായിട്ട് മേടിക്കുക. കാരണം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസും അതുപോലെ തിയറീസൊക്കെ ഒന്നുകൂടി ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ ഉപകരിക്കും. പിന്നെ റെഫറൻസ് ആയിട്ട് ഒരുപാട് ബുക്സുകൾ ലൈബ്രറിയിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ റെഫറൻസ് ബുക്കായിട്ട് വലിയ ബുക്സുകളൊക്കെ അവൈലബിൾ ആണ് ലൈബ്രറിയിൽ. അപ്പോൾ ഡൗട്ട്സുകൾ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സിലബസ്, നിങ്ങളെ ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, 5 സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സുകൾ
ടീച്ചേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ സബ്ജക്റ്റുകൾ നോക്കുക, സബ്ജക്റ്റിൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 80 മാർക്കിനാണ് എനിക്ക് എക്സ്റ്റേണൽ മാർക്ക് ഉണ്ടാവുക, 20 മാർക്ക് വീതമാണ് ഇൻറ്റേർണൽ മാർക്ക് ഉണ്ടാവുക. അതുപോലെ ടോട്ടൽ 100 മാർക്കാണ്. അപ്പം പറയുന്ന വർക്കുകളൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സിലബസ് കാര്യങ്ങളും നമ്മളൊന്ന് നോക്കിയതാണ്. ബുക്സ് നിങ്ങൾ മാക്സിമം മേടിക്കാൻ നോക്കുക. വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ തിയറി 30% ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുള്ളൂ. 70% നിങ്ങൾക്ക് പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.